നമസ്കാരം. നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള അടിയന്തര പ്രമേയ അലമ്പ് നാടകം പൊളിഞ്ഞുപോയി. എങ്ങനെ? തലയ്ക്കകത്ത് ആള് താമസമില്ല, അല്ലെങ്കിൽ എത്രമാത്രം മണ്ടന്മാരാണെന്ന് തെളിയിക്കുന്ന ഒരു സമര നാടകം. അത് എവരുടെ കയ്യിൽ നിന്ന് ഇറക്കിയ ഒരു നമ്പർ കൊണ്ട് തന്നെ പൊളിഞ്ഞു. അതെങ്ങനെയെന്ന് സ്പീക്കറിന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ല എന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. യെസ്, ശ്രദ്ധ ക്ഷണിക്കൽ. യെസ്, ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷങ്ങൾക്ക് തന്നെ അറിയാം ഈ വിഷയം ഫ്ലോറിൽ വരില്ല. അതുകൊണ്ടാണല്ലോ പ്രിന്റഡ് പ്ലക്കാർഡ്. എങ്ങനെയാണ് പ്രിന്റഡ് പ്ലക്കാർഡ്? ഇവിടെ വല്ല മെഷീനറി ഉണ്ടോ? ഇവിടെ ഒരു മെഷീനറി ഇല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നോക്കൂ. നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അതിൽ വരികൾ മാറ്റാവൂ. നോക്കൂ, ബഹുമാനപ്പെട്ട LOP നോക്കൂ, നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ. ഉയർത്തിയ പ്ലക്കാർഡുകൾ തന്നെ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല, പകരം ഒരു സഭക്കകത്ത് റൊക്കസ് ഉണ്ടാക്കാൻ. നിങ്ങൾ സഭ അലമ്പാക്കാൻ ഉദ്ദേശിച്ചു വന്നു എന്നതിന്റെ തെളിവാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലക്കാർഡ്. ഇവിടെ പ്ലക്കാർഡ് അടിക്കാൻ വലിയ മെഷീനൊന്നും ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് മുൻകൂട്ടി തന്നെ ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന പ്ലക്കാർഡ് അടിച്ചുകൊണ്ട് വന്നു എന്നാണ് സ്പീക്കർ ചോദിക്കുന്നത്. അതാണ് ഇവരുടെ മണ്ടൻ ആശയത്തെക്കുറിച്ച് ജനം അറിയേണ്ടത്. സ്വയം ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി എന്തായാലും തരില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലക്കാർഡെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ട് അവിടെ ചെന്ന് അലമ്പുണ്ടാക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ? സാധാരണഗതിയിൽ അടിയന്തര പ്രമേയം എന്ന് പറയുന്ന റൂൾ 50 പ്രകാരം സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയം. ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഇന്നലെ സംഭവിച്ചൊരു വിഷയം, അതുമായി ബന്ധപ്പെട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഈ അടിയന്തര പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ജനുവരി 8-ാം തീയതി നടന്നൊരു സംഭവം. ജനുവരി 8-ാം തീയതി പയ്യന്നൂർ ജയിലിൽ കിടന്ന ഒരു വ്യക്തിക്ക് പരോൾ കൊടുത്തതാണ് വിഷയം. അതിനുശേഷം സഭ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഈ ദിവസങ്ങളിലൊന്നും ഇത് അടിയന്തരമല്ല. കാര്യം വളരെ പെട്ടെന്ന് സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടതാണ്. എന്ന് ജനുവരി 8-ാം തീയതി നടന്നത്. അത് കൊണ്ടുവന്നതിന് ശേഷം ഈ വിഷയം തുടക്കത്തിൽ തന്നെ സ്പീക്കർ പറയുകയും ഇത് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം സതീശന്റെ താളവും ഒപ്പം തന്നെ ആ ഒരു നീക്കം എന്ത് ഉദ്ദേശിച്ചാണെന്ന് MP രാജേഷ് മറുപടി കൊടുത്തപ്പോൾ തന്നെ ഈ പറയുന്ന ഊതിപ്പെരിപ്പിച്ചുകൊണ്ടുവന്ന അടിയന്തര പ്രമേയ ബലൂൺ തകർന്ന് തരിപ്പണമായി. ഒന്ന് കണ്ടേ. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകിയതായും പരോൾ അനുവദിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായും പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകിയ അംഗത്തിന് സബ്മിഷനായി വിഷയം ഉന്നയിക്കാം. ഓർഡർ. യെസ് സർ, ചട്ടം ഫ്ലോർ ഓർഡർ ആക്കാൻ പറ. പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ. ചട്ടം 50 അനുസരിച്ചും ഈ റൂൾ ഓഫ് പ്രൊസീജിയർ അനുസരിച്ചും ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു നോട്ടീസ് കൊടുത്തപ്പോൾ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് തന്നിരിക്കുന്നത്. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്നാണോ? അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ കുറേ ചർച്ചകൾ ഇവിടെ നടത്തി, ചർച്ചയ്ക്ക് എടുത്തു എന്ന് പറയുന്നു. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രാധാന്യമില്ല എന്നേ പറയുന്നുള്ളൂ. അല്ല, ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ ഒന്ന് ഫ്ലോർ ഓർഡർ ആക്കണം. അങ്ങയുടെ ടീമിനെ ഒന്ന് ഓർഡർ ആക്കി ഇരുത്തണം. അങ്ങയുടെ PK ബഷീർ സീറ്റിലിരിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കിട്ടില്ല. അല്ല, അങ്ങനെ പറയില്ലേ? നോ, ഫ്ലോർ ഓർഡർ ആക്കണം. ഫ്ലോർ നോക്കുന്നത് അദ്ദേഹം മുതിർന്ന അംഗമാണ്. നിങ്ങളുടെ ലീഡർക്ക് LOPക്ക് സംസാരിക്കാൻ നിങ്ങൾ തന്നെ അവസരം കൊടുക്കണം. നിങ്ങൾ തന്നെ ഫ്ലോറിൽ ഇറങ്ങിയാണെന്നല്ലോ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ്. യെസ്, ഞാൻ പറയുന്നത് 20 പോലീസിനെ സ്റ്റീൽ ബോംബ് എറിഞ്ഞിട്ട് 20 വർഷം കോടതി തടവിന് ശിക്ഷിച്ച ക്രിമിനലിനെ 1 മാസം തികയുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം പരോൾ കൊടുത്ത് അയാളെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്, സംഘർഷഭരിതമായ സ്ഥലത്ത്. അതിന് അടിയന്തര പ്രാധാന്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സഭ കൂടുന്നത്? അവതരിപ്പിക്കൽ അദ്ദേഹം പറയട്ടെ, ക്ലാരിഫൈ ചെയ്യട്ടെ. ഈ പരോൾ
ഈ പരോൾ അനുവദിക്കുന്നത്, പരോള് തടവുകാർക്ക് അനുവദിക്കുന്നതാണ്. അത് നിയമവും ചട്ടമൊക്കെ അനുസരിച്ചാണ് അനുവദിക്കുന്നത്. ഈ അനുവദിച്ചത് അവസാനം അനുവദിച്ചത് 8/1/2026 8/1. സാർ, അത് കഴിഞ്ഞ് സഭ ഇവിടെ 4 or 5 ദിവസം ചേർന്നു. 22-ാം തീയതി, ജനുവരി 22-ാം തീയതി ഇത്ര അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ നോട്ടീസ് കൊടുക്കായിരുന്നു. നോട്ടീസ് പോലും കൊടുത്തില്ല. അന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ സഭയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ ഇപ്പോ വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം ഈ നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അവർക്ക് ഇത് ഉന്നയിക്കണമെങ്കിൽ സബ്മിഷനിൽ ഉന്നയിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല സർ, സർക്കാരിന് വിരോധമില്ല. അപ്പോ നേരത്തെ ഈ വിഷയം ഉണ്ടായിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയിരുന്നെങ്കിൽ 22 നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ. ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും അന്ന് തയ്യാറാവാതിരുന്ന ആളുകൾ ഇപ്പൊ ദാരിദ്ര്യം കൊണ്ടാണ് സർ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇവർ പറയുമ്പോ എല്ലാം പറയണല്ലോ സർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചീറ്റിംഗ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷാളവ് കൊടുത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അറിയാം ഇതാണ് സംഭവിച്ചത്. എങ്ങനെയാണ് മുൻകൂട്ടി ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കില്ല എന്ന് പ്രതിപക്ഷത്തിന് അറിയാൻ കഴിയുന്നത്? ഒരു പ്രസക്തമായ ചോദ്യമല്ലേ? അതായത് നമ്മൾ സഭയിലേക്ക് വരികയാണ്, സഭയിൽ നമ്മൾ ഇന്നൊരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പോകുന്നു, അതിന് അനുമതി തരില്ല എന്ന് പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ഉറപ്പുള്ളത്? അങ്ങനെ ഉറപ്പിച്ച് എടുക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാര്യത്തെ പ്ലക്കാർഡ് വരെ അടിച്ചുകൊണ്ട് വരികയാണ്. ചർച്ച ചെയ്യാൻ ധൈര്യമില്ലെന്ന്. അപ്പോൾ ഒരു കാരണം വെച്ചാൽ എടുക്കാൻ സാധ്യതയില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്നുള്ളൊരു വിഷയവും പൊക്കിക്കൊണ്ടുവന്ന് അതിൻ്റെ പ്ലക്കാർഡ് അടിച്ച് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നാടകം കളിക്കുമ്പോൾ ഇത്രയും മണ്ടന്മാരായിട്ട് നാടകം കളിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് തോന്നില്ലേ? അതെങ്ങനെയാണ് ഇവർക്ക് ഉടനടി ചർച്ച ചെയ്യില്ലെന്ന് അറിയാൻ പറ്റിയത്? ചർച്ച ചെയ്യില്ലെന്ന് 100% ഉറപ്പുള്ള ആ വിഷയത്തെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ അലമ്പുണ്ടാക്കാൻ ശ്രമിച്ചതിന് MP രാജേഷിന് തുടർച്ചയായിട്ട് സ്പീക്കറും പിന്നീട് ശ്രദ്ധ ക്ഷണിക്കൽ എഡിറ്റ കെ ബാബു നെന്മാറയും കൂടി ചേർന്ന് ഭേഷ കൊടുത്തിട്ടുണ്ട്. കേട്ടെ, ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ല എന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. യെസ്, ശ്രദ്ധ ക്ഷണിക്കൽ. യെസ്, ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷങ്ങൾക്ക് അറിയാം ഈ വിഷയം ഫ്ലോറിൽ വരില്ല. അതുകൊണ്ടാണല്ലോ പ്രിന്റഡ് പ്ലക്കാർഡ്. എങ്ങനെയാണ് പ്രിന്റഡ് പ്ലക്കാർഡ്? ഇവിടെ വല്ല മെഷീനറി ഉണ്ടോ? ഇവിടെ ഒരു മെഷീനറി ഇല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നോക്കൂ. നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അതിൽ വരികൾ മാറ്റാവൂ. നോക്കൂ, ബഹുമാനപ്പെട്ട LOP നോക്കൂ. നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ. ഉയർത്തിയ പ്ലക്കാർഡുകൾ തന്നെ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. പകരം ഒരു സഭക്കകത്ത് റിക്വസ്റ്റ് ഉണ്ടാക്കുന്നത്. യെസ്, ഓർഡർ. ശ്രീ കെ ബാബു നെന്മാറ, ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സാർ, സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടില്ല എന്ന വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വളരെ നേരത്തെ പ്രിന്റ് ചെയ്തിട്ടുള്ള പ്ലക്കാർഡുമായി ഈ സഭയെ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന രൂപത്തിലേക്ക് വന്ന് ഇവിടെ ബഹളം സൃഷ്ടിക്കുന്നത്. സാർ, ഇത് നിരന്തരമാണ്. സാർ, ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല സാർ. അതിന് പകരം നിരന്തര ബഹളമുണ്ടാക്കുകയാണ് സാർ. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് സാർ. എന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പറയാം. അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ അതിദാരിദ്ര്യമാണ് സാർ. അതുകൂടെ പരിഹരിക്കപ്പെടുകയാണ്. 17 അടിയന്തര പ്രമേയമാണ് ഈ സഭയ്ക്കകത്ത് ചർച്ച ചെയ്തത്. അതെല്ലാവർക്കും അറിയാം സാർ. എന്റെ വിഷയം ഇതാണ്. ഇനി നിങ്ങൾ തന്നെ പറയൂ, അടിയന്തര പ്രമേയത്തിന് ദാരിദ്ര്യം. ഇപ്പോൾ ശബരിമല വിഷയമുണ്ട്, ഇവർക്ക് അടിയന്തര പ്രമേയം കൊണ്ടുവരണ്ട, ചർച്ച ചെയ്യണ്ട. അതെന്താണ് കാര്യം? ശബരിമലയാണല്ലോ കത്തി നിൽക്കുന്ന വിഷയം. ഇത്രയും ദിവസമായിട്ട് അതിന് ഒരു അടിയന്തര പ്രാധാന്യമില്ല. പയ്യന്നൂരിൽ ഏതോ ഒരു വ്യക്തിക്ക് പരോൾ കിട്ടി. ആ പരോൾ കിട്ടാനുള്ള തീരുമാനമൊക്കെ ജയിൽ വകുപ്പാണ് എടുക്കുന്നത്. നേരത്തെ ഇതിനെ സംബന്ധിച്ച് അലക്സാണ്ടർ ജേക്കബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിനോ ബന്ധപ്പെട്ട മന്ത്രിക്കോ ഒന്നും അതിന് ഉത്തരവാദിത്വമില്ല. ആ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ചുള്ള പേപ്പർ വർക്ക്സുകളെല്ലാം ചെയ്ത് ഒരാൾക്ക് പരോൾ കൊടുക്കുന്നത്. അതിപ്പോ എന്താണ് ജനുവരി 8 ഒരാൾക്ക് പരോൾ കൊടുത്തത്? അടിയന്തര പ്രമേയത്തിന് വലിയ സാധ്യത ഉള്ളതെന്ന് ചോദിച്ചാൽ ഇന്ന് ഇവർക്ക് അലമ്പാക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കാൻ മറ്റൊന്നുമില്ല. അവരുടെ രാവിലെ വാർത്താ സെഗ്മെന്റ് നിറയ്ക്കാൻ വേണ്ടി ഒരു തിരക്കഥയുമായിട്ട് വന്നതാണ്. മണ്ടൻ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്ലക്കാർഡോടുകൂടി ആ നാടകം പൊളിഞ്ഞ് പണ്ടാരം അടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.